ശ്രീ കെ കരുണാകരൻ കേട്ടിട്ടുള്ള ആക്ഷേപം പഴി എത്രയാണ്? മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹം കേൾക്കാത്ത ആക്ഷേപം ബാക്കിയുണ്ടോ? ഒരു കാലഘട്ടം കേരളത്തിൽ മുരളീധരനെ കുറിച്ചും പത്മജിയെ കുറിച്ചും എത്ര ആളുകൾ പ്രസംഗിച്ചു നടന്നു. കരുണാകരന്റെ മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ച് എത്ര ആൾ ആക്ഷേപിച്ചു. എന്നാൽ പിൽക്കാലത്തുള്ള അനുഭവം എന്താണ്? അത്തരം ആളുകൾ മക്കൾ രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുന്നവരാണെന്ന് കൂടെ നിങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം എല്ലാം അതിജീവിച്ച ഒരാളാണ്. ശൂന്യതയിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ വളർത്തി വലുതാക്കിയ ഐക്യമുന്നണി രാഷ്ട്രീയത്തിൽ രാജശില്പിയായിട്ടുള്ള ശ്രീ കെ കരുണാകരൻ ഒടുവിൽ ISRO ചാരക്കേസിൽ താഴെ ഇറങ്ങി പോകേണ്ടി വന്നിട്ടുള്ള അവസ്ഥക്കും ഉത്തരവാദികൾ ആരാണെന്ന് നമ്മൾ സ്വയം ആലോചിക്കണം. നേരത്തെ ബഹുമാനായി മുല്ലപ്പള്ളി പറഞ്ഞു, കേരളത്തിലെ കോൺഗ്രസിനെ വളർത്താൻ, കോൺഗ്രസിനെ പടുത്തുയർത്താൻ മുന്നണി രാഷ്ട്രീയം മാത്രമേ മാർഗമുള്ളൂ എന്ന് കണ്ടെത്തിയിട്ടുള്ള ദീർഘവീക്ഷണമുള്ള പ്രതിഭാശാലിയായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കെ കരുണാകരൻ മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ മുന്നണി രാഷ്ട്രീയം ഇന്ന് നിലനിൽക്കുന്ന നിങ്ങൾ ആലോചിക്കണം. ഏകകക്ഷി ഭരണം ഒരിക്കലും കേരളത്തിൽ സാധ്യമല്ല എന്ന് ആദ്യം പഠിച്ച ആൾ കെ കരുണാകരനാണ് ആലോചിക്കുന്നത്. അദ്ദേഹമാണ് മുന്നണി രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചിട്ടുള്ള നേതാവ്. അങ്ങനെയുള്ള അദ്ദേഹം കോൺഗ്രസിനെ കെട്ടിപ്പടുത്തു, മുന്നണിയെ കെട്ടിപ്പടുത്തു. ആ അദ്ദേഹത്തിന് ഉടനുണ്ടായ അനുഭവം എന്താണ്? ആരാണ് അദ്ദേഹത്തെ ഇറക്കിയത്? എങ്ങനെയാണ് ഇറങ്ങിപ്പോയത്? ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിലുടനീളം കഷ്ടപ്പാടുകളും നരകയാതകളും സഹിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കപ്പെട്ട ആ മഹാനായ നേതാവ്, നിങ്ങൾ ആലോചിക്കണം, ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്ന നേതാവായി തുടരുകയാണ്. അതാണ് പ്രവീണും പറഞ്ഞത്, ജീവിച്ചിരുന്ന കരുണാകരനേക്കാളും ജീവിച്ചിരിക്കാത്ത കരുണാകരന്റെ ഓർമ്മകൾ അതിശക്തമാണെന്ന് കേരളത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഒരു കാര്യം കൂടി സാന്ദർഭികമായി ചൂണ്ടിക്കാണിക്കുകയാണ്. അദ്ദേഹം വേർപെട്ടിട്ട് 15 വർഷമായി. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളിക്ക് അറിയാം, അദ്ദേഹത്തിന്റെ സ്മാരകം ഇനിയും പൂർത്തിയായില്ല എന്ന് പറയേണ്ടി വരുന്നത് ഏറെ ദുഃഖമുള്ള ഒരാളാണ് ഞാൻ. കേരളത്തിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത നേതാവിന്റെ സ്മാരകം ഉയരാൻ ഇനിയും സമയമായില്ല എന്നാണ് പലരുടെയും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉയർന്നില്ല എന്നതിനെക്കുറിച്ച് നേതൃത്വം ഉത്തരം പറയണം എന്നുള്ളതാണ് വിനയപൂർവമായ എൻ്റെ അഭിപ്രായം. ഇവിടെ ശ്രീ മുല്ലപ്പള്ളി ലീഡറെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ ഇതുപോലെ ശ്രമിച്ച ഒരു നേതാവ്, അതാ സൂചിപ്പിച്ച ശൂന്യതയിൽ നിന്നാണ് ഈ പാർട്ടി ഉടക്കുന്നത്. അങ്ങനെയുള്ള ഒരു നേതാവിന്റെ സ്മാരകം പോലും 15 വർഷമായി ഉയർത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഇത് ആരോട് പറയും? നിങ്ങൾ ആലോചിക്കണം. ഇതിന് സത്യം പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടി നേതൃത്വം അടിയന്തരമായും ആ കെട്ടിടം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ആത്മാവിനോട് നീതി കാണിക്കണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങൾക്ക് ഒന്നും കിടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അനുഭവിച്ച പ്രയാസങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി. എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്, പ്രതിബന്ധങ്ങളുടെ കാലഘട്ടമാണ്, സഹനത്തിന്റെ കാലഘട്ടമാണ്, ത്യാഗത്തിന്റെ കാലഘട്ടമാണ്. അദ്ദേഹം അനുഭവിക്കാത്ത ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. അതാ ഞാൻ സൂചിപ്പിച്ചത്, എല്ലാവരും ഉൾക്കൊള്ളാവുന്ന ഒരു വലിയ മനസ്സ്. അങ്ങനെ വലിയ മനസ്സുള്ള നേതാവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ മനസ്സുണ്ടാകണം. നേതാക്കളാണ് അണികളുടെ വിശ്വാസത്തിൽ എടുക്കുന്നത്. ഇങ്ങനെ വലിയ മനസ്സ് കാണിച്ച ഒരാളെ ഞാൻ ജീവിതത്തിൽ മറ്റാരെയും ഞാൻ കണ്ടില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ, ഇന്ത്യയിൽ ലീഡർ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അവകാശി. അത് മഹാനായ കരുണാകരൻ മാത്രമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇന്നത്തെ തലമുറ പഠിച്ചു വരേണ്ടത്. ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാർ, വളർന്നു വരുന്നവർ ലീഡർ ആരാണെന്ന് ആദ്യം പഠിക്കണം. ലീഡർ ആരാണെന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട.
താനെ അവരൊക്കെ തന്നെ നേതൃസ്ഥാനത്ത് എത്തും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹം കേട്ടുള്ള പഴികൾക്ക് കയ്യും കണക്കല്ലേ, ആക്ഷേപങ്ങൾക്ക് കയ്യും കണക്കല്ലേ. ഒരു കാലത്ത് ശ്രീ മുരളിയെ കുറിച്ച് നടത്തിയ പ്രസംഗം എന്തൊക്കെയാണ്? കിങ്ങിണിക്കുട്ടൻ എന്നാണ് പറയാറ്. അതാ ഞാൻ സൂചിപ്പിച്ച പിൽക്കാലത്ത് നേതാക്കൾ തന്നെ മക്കളെ വളർത്താൻ തുടങ്ങിയിരിക്കുന്നു, മക്കൾക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ആ ലീഡറെ കുറിച്ച് അന്ന് പറഞ്ഞ മുഴുവൻ ആളുകൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിപ്പില്ലെങ്കിലും അദ്ദേഹത്തിന് ആത്മാവിനോടെങ്കിലും മാപ്പ് പറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ വലിയ മനുഷ്യന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ശിരസ്സ് നമിക്കുന്നു. നന്ദി, നമസ്കാരം.